വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹൃദയരെ, ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. കൽബുള്ളവരെ കരയിക്കുന്ന, കണ്ണീരിൽ ചാലിച്ചൊരു കഥനകഥ. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് അടർക്കളത്തിലെ പടക്കുതിര. അഹദോന്റെ തിരുനാമം ഒളിയിലെങ്കും ഇവിടുത്തെ അഹ്മദ് നബിയോരിൽ സലാമോരൈത കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലോ ബൈത്തിൽ. അഹദോന്റെ തിരുനാമം ഒളിയിലെങ്കും ഇവിടുത്തെ അഹ്മദ് നബിയോരിൽ സലാമോരൈത കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലോ ബൈത്തിൽ. പതിവിന് വിപരീതമായി ചിന്താഭാരവുമായാണ് മദീന ഇന്ന് ഉറക്കമുണർന്നത്. എന്തോ പന്തികേട് സംഭവിച്ചിട്ടുള്ളത് പോലെ, എന്തോ പ്രതികാര ദാഹമാണല്ലോ എല്ലാവരുടെയും സംസാരത്തിൽ പതഞ്ഞു പോകുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അങ്ങോട്ട് നോക്കൂ, മദീന പള്ളിയിൽ ചിന്തയിലാണ്ടിരിക്കുകയാണ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതെ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാമായ അബൂ ത്വാലിബിന്റെ പൊന്നാരപുത്രൻ, ധീരനും ശൂരനുമായ അലിയാർ തങ്ങളുടെ പ്രിയ സഹോദരൻ. കണ്ടാൽ നബി തങ്ങളാണെന്നേ തോന്നിപ്പോകൂ. അതേ മുഖം, അതേ കണ്ണുകൾ. വരൂ, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം തിരുത്താലെ ബസറയിൽ ചെന്നാലെ അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്താനായി വിളിച്ചൊരു പൊന്നാരെ അവരെ സ്വർഗ്ഗത്ത് കൊന്നാരെ. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം തിരുത്താലെ ബസറയിൽ ചെന്നാലെ അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്താനായി വിളിച്ചൊരു പൊന്നാരെ അവരെ സ്വർഗ്ഗത്ത് കൊന്നാരെ. അതെ, ആദരവായ ഹബീബിന്റെ വിശുദ്ധ പ്രസ്ഥാനമായ ദീനുൽ ഇസ്ലാമിനെ ബസ്രയിൽ പ്രചരിപ്പിക്കാനെത്തിയ ഹാരിസ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ സുറഹബീൽ എന്ന നീചൻ കൊന്നുകളഞ്ഞിരിക്കുന്നു. യാ റബ്ബേ, ഇനി നമ്മുടെ ഹാരിസ് ഒരിക്കലും നമ്മിലേക്ക് മടങ്ങി വരില്ലെന്നോ? ഇല്ല, അവനെ ഞാൻ വെറുതെ വിടില്ല. അണപൊട്ടി ഒഴുകുന്ന കണ്ണുനീരിനിടയിലും ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു പുലിക്കുട്ടിയെ പോലെ നിന്ന് ചീറി. മദീനയിൽ യുദ്ധകാഹളം മുഴങ്ങാനിരിക്കുകയാണ്. സ്വഹാബത്തിന്റെ രക്തം തിളച്ചു മറിയുന്നു. 3000-ഓളം വരുന്ന രണവീരന്മാർ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുകയാണ്. എന്തായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരോട് പറയുവാനുള്ള ഒരു വാക്ക്? ലോകം ജയിക്കുവാനും ത്യജിച്ചുള്ളോരെ നബിയുള്ളമറാകി സ്വഹാബത്തോരെ ലോകം ജയിക്കുവാനും ത്യജിച്ചുള്ളോരെ. സഅദ് ബിൻ ഹാരിസ് മുന്നിൽ നിന്ന് ജഅഫറും അബ്ദുള്ള പിന്നിൽ ചെന്ന് ഇരുത്തിയിലടരടനിന്റെ ചെന്ന് ചെന്നിടാൻ ഫിർദൗസിൽ കനിയണം റഹീമായോരെ. ചേലോടെ ദീനിനെ നിർത്തണം ഖദീമായോരെ. ത്വാഗ നബിയുള്ളാന്റെ മറായി സ്വഹാബത്തോരെ ലോകം ജയിക്കുവാനകിലവും ത്യജിച്ചുള്ളോരെ. അതെ, സയ്യിദ് ഇബ്നു ഹാരിസക്ക് വല്ലതും സംഭവിച്ചാൽ സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കണം. ഈ ഞാൻ തന്നെ. അല്ലാഹ്, നിന്റെ ദീനിന് കാവൽ നിൽക്കാൻ ആരംഭപ്പുവായ റസൂലുള്ളാഹി തങ്ങൾ എന്നെയാണല്ലോ ഏൽപ്പിച്ചത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ.
ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൽബകം ആനന്ദത്താൽ കുളിർത്തു. എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കണം, തന്റെ പ്രിയതമയോട് യാത്ര ചോദിക്കണം. അതെ, എന്റെ അസ്മ, അവൾ പാവമാണ്. ജീവിതത്തിന്റെ മധുര വസന്തരാവുകൾ ഏറെയൊന്നും അവൾ അനുഭവിച്ചിട്ടില്ല. അല്ലാ, എന്റെ പൊന്നുമോൻ റബ്ബേ, ഒരു ദിവാ സ്വപ്നം പോലെ എല്ലാം ഇവിടെ അസ്തമിച്ചൊടുങ്ങുകയാണോ? അവക്കിനി ആരാണ് തമ്പുരാനെ? ഒഴുകുന്ന കണ്ണുകളോടെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയത് അറിഞ്ഞില്ല. എന്നാൽ ഇതെല്ലാം കണ്ടും കേട്ടും അസ്മാ ബീവി പടിവാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവരെ മാറോട് അടക്കി പിടിച്ചു. അസ്മ മോളെ, അസ്മ, യാത്രാമൊഴി തൊണ്ടയിൽ കുടുങ്ങി. വരട്ടെ മോളെ, നാളെ റബ്ബിന്റെ സ്വലോക സ്വർഗത്ത് വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. ആ 4 നേനങ്ങളും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. കണ്ണുനീർ തുടച്ചുകൊണ്ട് തന്റെ പടക്കുതിരയുടെ മുകളിലേക്ക് ചാടി കയറാൻ ഒരുങ്ങവേ പിന്നിൽ നിന്നും ഒരു വിളി, ഉപ്പ. തന്റെ പിഞ്ചോമനെ വാരിപ്പുണർന്ന് നിൽക്കുമ്പോ തന്റെ പടവാൾ കയ്യിൽ കൊടുത്ത് ആ ധീര വനിത പറയുകയാണ്, പോണം പ്രിയനേ നീ അടർക്കാളത്തിൽ, പടച്ചോൻ വിളിക്കുന്നുണ്ടതിൻ ക്ഷണത്തിൽ. പോണം പ്രിയനേ നീ അടർക്കാളത്തിൽ, പടച്ചോൻ വിളിക്കുന്നുണ്ടതിൻ ക്ഷണത്തിൽ. പെരിയോണ്ടമർന്ന് ക്ഷണിച്ചിടാം ഞാൻ, പൂമോനിരന്നിടും സുബർഗം കൂടാ. മുഅ്തദിന്റെ പടക്കളം 1 ലക്ഷത്തോളം വരുന്ന ശത്രുക്കൾ പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ്. ശത്രുവിന്റെ അംഗവലി മുസ്ലിം സൈന്യത്തെ തളർത്തിയില്ല. വിശുദ്ധ പതാകയേന്തി സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു മുന്നിൽ നിന്നും പടനയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാൾ ഉയർന്നും താഴ്ന്നും കൊണ്ടിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അപ്രതീക്ഷമായി വെട്ടേറ്റുകൊണ്ട് മഹാനവറുകൾ രക്തത്തിൽ പിടയുമ്പോൾ ആ വിശുദ്ധ പതാക നെഞ്ചോട് ചേർത്ത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ മുഴക്കിക്കൊണ്ട് ഇരകണ്ട സിംഹത്തെ പോലെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറി തലങ്ങും വിലങ്ങും വെട്ടി ശത്രുവിന്റെ തല അന്തരീക്ഷത്തിൽ പാറി കളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടോ വമ്പുറ്റ ജഅഫർ റളിയല്ലാഹു ചാടിയുയർന്ന് തകർക്കുന്നേ, അല്ലൽ തീരോ മഹമൂദിൻ തൃക്കോടി ഇട്ട് ചവിട്ടുന്നു നാരടാ. വമ്പുറ്റ ജഅഫർ റളിയല്ലാഹു ചാടിയുയർന്ന് തകർക്കുന്നേ, അല്ലൽ തീരോ മഹമൂദിൻ തൃക്കോടി ഇട്ട് ചവിട്ടുന്നു നാരടാ. അമ്പാവൻ തന്നോട് ദീനിരുൾ കൊണ്ട് അല്ലാഹ് പെരിയോനെന്നോദിടേ, അമ്പമ്പോ അമ്പുകൾ ചീറി വന്നിട്ട് അമ്പരെ നെഞ്ച് പിളർന്നില്ലേ. ഒരു കാബാലികന്റെ വെട്ടേറ്റുകൊണ്ട് മഹാനവറുകളുടെ കൈ അറ്റി വീണു. സുബ്ഹാനല്ലാഹ്, അധികം താമസിയാതെ ഇടത് കൈയും വിട്ടേറ്റു. ഇല്ല, എന്റെ വലതു കൈ വെട്ടിയാലും ഇടത് കൈ വെട്ടിയാലും ഹബീബായ തങ്ങൾ എന്നെ ഏൽപ്പിച്ച പതാക നിലത്തിട്ട് ചവിട്ടാൻ ഒരു ധിക്കാരിയെയും ഞാൻ അനുവദിക്കില്ല. തന്റെ പകുതി ഛേദിക്കപ്പെട്ട രക്തമുറ്റ കൈകൾക്കിടയിലൂടെ ആ വിശുദ്ധ പതാക നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ ധീരയോദ്ധാവ് സധൈര്യം മടർക്കളത്തിൽ നിലകൊണ്ടു. കലിതുള്ളി ശത്രുക്കളുടെ അധ്യായത്തെ കടിച്ചു കുടഞ്ഞു. ശത്രുവിന്റെ ഭാഗത്തു നിന്നുള്ള ചാട്ടുളി ആ വീരശൂര പരാക്രമിയുടെ മാറിടം തുളഞ്ഞു കയറി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ആ പുണ്യാത്മാവ് മാലാഖമാർക്കൊപ്പം ആകാശത്തേക്ക് ഭയം തീർന്നു. 90-ലധികം മുറികളേറ്റുകൊണ്ട് കൈകൾ ഒടിഞ്ഞു തോന്നിയിട്ടു തന്റെ സ്വപ്നങ്ങളൊക്കെ നാളേക്ക് മാറ്റിവെച്ച് പരിശുദ്ധ ദീനിന് വേണ്ടി പോരാടിയ ആ ധീരയോദ്ധാവിനെ ആർക്കാണ് മറക്കാനാവുക? ആർക്കാണ് ജയിക്കാനാവുക? മയ്യത്ത് മയ്യത്ത് മുന്നിൽ ബാപ്പാ മയ്യത്ത്, യത്തീമായി തീർന്നു പൂമോൻ ആ നിമിഷം മുതൽ കണ്ണീര്. മയ്യത്ത് മയ്യത്ത് മുന്നിൽ ബാപ്പാ മയ്യത്ത്, യത്തീമായി തീർന്നു പൂമോൻ ആ നിമിഷം മുതൽ കണ്ണീര്. പൊന്നുപ്പായില്ലാണ്ട് ഉമ്മച്ചി പിറപ്പൂണ്ട്
സങ്കടം കാണാൻ ഈ ദുനിയാവിലാരുണ്ട്, ഈ ദുനിയാവിലാരുണ്ട്.